വെടിനിർത്തലിൽ തീരാൻ ഇനി 3 ദിവസമേ ബാക്കിയുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു സമാധാനത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് ആ ഒരു മേഖല. പക്ഷേ ഈ 3 ദിവസം ബാക്കി നിൽക്കുമ്പോഴും രണ്ട് കൂട്ടരും പല കാര്യങ്ങളിലും കടുംപിടുത്തം തുടരുകയാണ്. ട്രംപിന്റെ ട്രോള് ഇതിനിടയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി സംഭവിക്കാൻ സാധ്യത? ഇതിനൊരു പരിഹാരം അകലെയാണോ? യഥാർത്ഥത്തിൽ ക്രിസ്റ്റീന, കാര്യങ്ങൾ എല്ലാം തീരാൻ സാധ്യത തെളിഞ്ഞു നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് എല്ലാം കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു പ്രസ്താവന, ഞങ്ങൾ ഫുൾ ഫോഴ്സിൽ ബലം പ്രയോഗിച്ച് തന്നെ ഈ ഇറാന്റെ തുറമുഖങ്ങളിൽ നാവിക ഉപരോധം തുടരും. നാവിക ഉപരോധം ചില്ലറ ഇതിലല്ല, 10,000-ത്തിലേറെ അമേരിക്കയുടെ സൈനികർ, അത് നാവിക സേന, ഒപ്പം തന്നെ 12-ലേറെ യുദ്ധക്കപ്പലുകൾ, ഇതുകൂടാതെയാണ് 100 കണക്കിന് യുദ്ധവിമാനങ്ങൾ. ഇവയെ അണിനിരത്തിയാണ് ഇറാനിൽ നിന്ന് ഒരു എണ്ണക്കപ്പൽ പോലും അല്ലെങ്കിൽ ഒരു വാണിജ്യ കപ്പൽ പോലും പുറത്തു പോവില്ല, ഇറാനുമായി ബന്ധപ്പെട്ട് വരുന്ന കപ്പലുകളെ അനുവദിക്കില്ല എന്നുള്ള നിലപാടെടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഹോർമോസ് കടലെടുക്ക് തുറന്നാൽ അമേരിക്ക ഇറാന് മേലുള്ള നാവിക ഉപരോധം പിൻവലിക്കുമെന്നാണ് കരുതിയത്. എന്തായാലും പിൻവലിച്ചില്ല. എന്നുമാത്രമല്ല, ഇവരുടെ ഇറാന്റെ ഡിപ്ലോമാറ്റിക് സെക്ടർ എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രാലയമാണ്. അബ്ബാസ് അർഗാച്ചി പൊതുവെ മിതവാദിയായിട്ടുള്ള നേതാവാണ്, അവിടുത്തെ പ്രസിഡന്റ് പെസസ്കിയാനെ പോലെ. പക്ഷെ അവരെ മാറ്റി നിർത്തി ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സും അവരുടെ കമാൻഡുമാണ് കാര്യങ്ങൾ ഇപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 10 ദിവസത്തേക്ക് ഹോർമോസ് കടലിടുക്ക് തുറക്കുമെന്ന് പറഞ്ഞ് തൊട്ടുപിറകെ തന്നെ ഒരു ദിവസം കൊണ്ട് അത് അടച്ചു. അവസാനം പോയ കോൺവോയ് കപ്പലുകൾക്ക് നേരെ വെടിവെപ്പുണ്ടായി. ഇറാന്റെ ഗൺബോട്ടുകൾ വെടിയുതിർത്തു. ഇന്ത്യയുടെ 2 കപ്പലുകളെ ലക്ഷ്യം വെച്ച് വെടിയുതിർത്തു. ഇന്ത്യ വെടിവെക്കരുതെന്ന് പറഞ്ഞു. എന്തായാലും ഇന്ത്യ അതിൽ ക്ഷുഭിതരാണ്. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഇറാനോട് പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയുടെ യുദ്ധക്കപ്പലുകൾ അടക്കമുള്ളവർ ആ പ്രദേശത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ. എന്തായാലും ഇന്ത്യയെ ഈ സമയത്ത് പിണക്കുന്നത് എന്തൊക്കെയായാലും ഇറാന് ഗുണകരമല്ല. പക്ഷെ ഇറാന്റെ തീവ്ര നിലപാടുകാരായ റവല്യൂഷണറി ഗാർഡ്സ് ഇറാനുമായിട്ട് ഉള്ള ബന്ധത്തെ കാണുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ്. ഡൊണാൾഡ് ട്രംപ് എരുതിയിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹോർമോസ് കടലെടുക്ക് അടച്ച് അങ്ങനെ ബ്ലാക്ക്മെയിൽ ചെയ്യണ്ട, ഇനി ചർച്ചകൾ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഹോർമോസ് കടലെടുക്ക് തുറക്കണം. തിരിച്ചും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്നു. പാകിസ്ഥാനിൽ നാളെ നടക്കാനിരുന്ന ഒരുപക്ഷെ സമാധാന ചർച്ചയുടെ 2ാം വട്ട ചർച്ച നീണ്ടുപോവുകയാണ്. 3 ദിവസം മാത്രമാണ് ഇനി വെടിനിർത്തലിന് ബാക്കിയുള്ള. ഏപ്രിൽ 22-ന് വീണ്ടും ബോംബുകൾ ഇറാനിൽ വീണു തുടങ്ങുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. കാശ്മീർ ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് അഭിനന്ദിക്കുകയും ചില രാജ്യങ്ങൾ സമയത്ത് അവരുടെ തനി സ്വഭാവം കാണിച്ചുവെന്ന് യൂറോപ്യൻ രാജ്യങ്ങളെ പരോക്ഷമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. IRGC നേവിയുടെ പ്രതികരണം, വി വിൽ ഓപ്പൺ ദ സ്റ്റേറ്റ് ഓഫ് ഹോർമൂസ് ബൈ ദ ഓർഡർ ഓഫ് ലീഡർ ഖമനൈ, നോട്ട് ബൈ ദ ടീറ്റ്സ് ഓഫ് എ ഫൂൾ എന്ന് പറയാണ്. അമേരിക്ക കണക്കിന് കളിയാക്കുന്നുണ്ട് IRGC. എന്താവുമോ തീർച്ചയായിട്ടും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.